എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വന്നിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് കുറച്ച് താഴെ പോയി. അതിനുശേഷം നിഫ്റ്റി നല്ല രീതിയിൽ കയറിപ്പോയി. പക്ഷെങ്കിൽ R2 റേഞ്ച് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇറങ്ങി. ഇവിടെ R2 റേഞ്ച് നോക്കി ചെയ്യുന്നവർക്ക് R1 ലെവലുകൾ നോക്കി ചെയ്യുന്നവർക്ക് നല്ല ചാൻസാണ്. ഇവിടെ പ്രാവശ്യം എൻട്രി ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ ഹൈ വെച്ചിരുന്നാൽ മതി. നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നാൽ നല്ലൊരു ഇറക്കം ഇവിടം വരെ തന്നെ, അതായത് ഏകദേശം 23,081 എന്ന 22,871, അതായത് 170-150 പോയിൻ്റ് നിഫ്റ്റിയിൽ ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പണിംഗ് തൊട്ടേ വൺ സൈഡ് മൂവ്മെൻ്റാണ് അപ്പിൽ. ഇവിടെ വന്നിട്ട് ഇവിടെ അതിങ്ങനെ സപ്പോർട്ട് 2 പ്രാവശ്യം എടുത്ത് ഇത് R3 എന്ന് നല്ലൊരു ഇറക്കം. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് മനസ്സിലിരുന്ന നല്ലൊരു ചാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഷെയർസൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ എത്രയാണ്, ഒരു 22 ഷെയറുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 22 ഷെയറിനകത്ത് നമുക്കൊരു 13-14 ഷെയറിനകത്ത് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് നാളത്തെ, അതായത് ഇപ്പം വേൾഡ് മാർക്കറ്റ് ഏതൊരു പൊസിഷനിൽ നിൽക്കുന്നത് നോക്കാം. US മാർക്കറ്റെല്ലാം ഫ്ലാറ്റാണ്, പിന്നെ യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായിട്ടാണ്. നിഫ്റ്റി മാത്രം ഇച്ചിരി മൈനസ് നിൽപ്പുണ്ട്. പക്ഷേ നാളെ ഓപ്പണിംഗ് ചിലപ്പോൾ കുറച്ച് ഹൈയിൽ വരാം. വീണ്ടും 23,000 മുകളിൽ പോയിട്ടായിരിക്കാം ഇറങ്ങുന്നത്. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഇറക്കം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ സാറ്റർഡേ ആണ് എക്സിറ്റ് പോൾ വരുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ വരുന്നതിൻ്റെ അനുസരിച്ച് മണ്ടയിൽ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അതിനുശേഷം ചൊവ്വാഴ്ച റിസൾട്ട് വരുന്ന സമയത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഓൾറെഡി ഇന്ത്യ വിക്സ് വന്നിട്ട് ഏകദേശം 23 മുകളിലാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, 23.19 കാണിക്കുന്നത്. ഹെവിയാണ് മൂവ്മെൻറ്റ്. അപ്പം കഴിവതും ട്രേഡിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത തുടക്കക്കാർക്കൊക്കെ, അതല്ല എങ്കിൽ സ്ഥിരം ട്രേഡ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഈസിയായിട്ട് അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നാളെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകൾ കുറേ നോക്കാം. നാളെ നമ്മൾ 18 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ BDLൊക്കെ ഇന്നും നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ നാളെ നമുക്ക് ചാൻസ് തരും. അതായത് എനിക്ക് തോന്നുന്നത് നാളെ നമുക്ക് ഈ ആവറേജ് റേഞ്ച് നമുക്ക് ചാൻസ് എടുക്കാമെന്നാണ് തോന്നുന്നത്. ഓപ്പണിംഗ് പോലിരിക്കും, ഓപ്പണിങ്ങിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. ഇന്നും തലേദിവസം ആവറേജ് നോക്കി എടുക്കണമായിരുന്നു. പക്ഷേ അതിലും നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ നല്ല ഹൈയിൽ കിട്ടി, R1 റേഞ്ചിലൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ആവറേജിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നാളെ ഇതൊരു 1570-75 ഒക്കെ പോയിട്ടാണ് ഈ ആവറേജ് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുന്നുണ്ട്. നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ഈ RVNL ആവറേജ് മുകളിലാണ്. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. നമ്മളെപ്പോഴാണ് ഈ ആവറേജിന് മുകളിൽ പോകുമ്പോൾ ചാൻസ് എടുക്കുന്നത്? ഈ ഷെയർ തലേ ദിവസത്തെ ഹൈ അടിക്കുന്നില്ല എങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ചാൻസാണത്. പ്രത്യേകിച്ച് ആവറേജിന് താഴെ ക്ലോസ് ചെയ്ത ഷെയറാണ്. ഇത് കണ്ടില്ല, ക്ലോസിങ് 377 ആവറേജിനെ കാട്ടി ഒരു ഏകദേശം ഒരു 3% താഴെയാണ്. അപ്പോൾ നാളെ ഒരു 3% അപ്പിൽ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചാൻസാണ് താഴോട്ട് ഇറങ്ങാനുള്ളത്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ശ്രദ്ധിക്കുക. നാളെ ഇത് 500 മുകളിൽ പോയിട്ട് ഈ 500 ലെവലിൽ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാതല്ല. ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. സൂര്യ റോഷ്നിയും അതുപോലെ ശ്രദ്ധിക്കുക. ഒരു 610 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ് നമുക്ക്. അതല്ല 600 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നെന്ന് കണ്ട ക്വാണ്ടിറ്റി കുറച്ചെടുത്ത് ഇപ്പം നമ്മളിവിടെ ഒരു എൻട്രി എടുത്തെന്ന് വെച്ചു. നമ്മൾ ഒരു ടാർഗറ്റ് നമ്മൾ വെക്കേണ്ടത് ഈ തലേ ദിവസത്തെ ആവറേജ് റേഞ്ചാണ്. ഈ ആവറേജ് റേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം ഒരു പ്രാവശ്യം. അതായത് ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഈ R1 റേഞ്ച് ഈ തലേ ദിവസത്തെ ആവറേജ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ അന്നേരം എക്സിറ്റ് അടിച്ചേക്കണം. പിന്നെ അടുത്ത ചാൻസ് വരുവാണെങ്കിൽ നോക്കുക.
അതുപോലെ ഈ ഏജീസ് കെമിക്കലും ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, നോക്കി ചെയ്യുക. നാളെ ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. അതല്ല എങ്കിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ഇതിനകത്തൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാം. ഗ്രാവിറ്റ ഇന്ത്യ 1170 അതിൻ്റെ R1. അപ്പോൾ ഒന്നുകിൽ ഈ റേഞ്ച് വന്ന് കിട്ടുവാണെങ്കിൽ നല്ലത്. അതല്ല എങ്കിൽ 1150 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ചാൻസ് എടുക്കാം. JWL സൂക്ഷിച്ച് എടുക്കുക. എനിക്ക് തോന്നുന്നു പ്രാവശ്യം ഒരു 600 റേഞ്ച് വരുവാണെങ്കിൽ കുറച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. 600 വരുവാണെങ്കിൽ മാത്രം ഇതിനകത്ത് എൻട്രി നോക്കുക. അശോക് ലൈലാൻഡും R1 R2 റേഞ്ച് നമുക്ക് ചാൻസ് എടുക്കാം. ചിലപ്പോൾ നല്ല രീതിയിൽ ചാൻസ് കിട്ടും. ഈ JBMA ഒക്കെ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിവതും ചെറിയ രീതിയിൽ ട്രേഡ് എടുക്കാവും. ഗ്ലെൻമാർക്കും 1124 ഹൈ ആണ്. അപ്പോൾ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ചെറിയ ചാൻസ് എടുക്കാം ഇതിനകത്ത്. ബാക്കിയുള്ള ഷെയർസിനകത്തെല്ലാം നമ്മൾ നോർമൽ പറയുന്ന രീതിയിൽ തന്നെ ഏത് ലെവലിൽ വന്നിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് ആ ലെവലിൽ നമ്മൾ എടുക്കുക. അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഈ ഫിൻ കേബിളിനകത്ത് നാളെ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ JCH ഇത് ജോൺസൺ ഹിറ്റാച്ചി എന്ന് പറയുന്ന ഈ ഷെയർ, ഈ 2 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ലെവൽ വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഈ 2 ഷെയറിനകത്ത്. ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാനുള്ളൊരു ഇത് ഉണ്ട് ഈ ഷെയർസിനകത്തൊക്കെ. ആസ്ട്ര മൈക്രോ നല്ല റിസൾട്ടാണ്, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇന്ന് കാണിച്ചിട്ടുണ്ട്. നാളെ ഇത് വീണ്ടും ഇത് കണ്ടില്ലേ, ഹൈ 914.65, R1 915.73. ഈ 2 ലെവൽ കട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തരാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈയും R1 റേഞ്ച് ഏകദേശം അടുത്തടുത്താണെങ്കിൽ ആ ലെവലുകൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള ഷെയറുകൾ. ഇതിനകത്ത് അങ്ങനെയുള്ള ഷെയറുകൾ ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾ നോക്കി ചാൻസ് വരുവാണെങ്കിൽ എടുക്കുക. അപ്പോൾ നാളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 ഷെയറുകൾ, ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഫിൻ കേബിള്, അതുപോലെ RVNL. അപ്പോൾ ഒത്തിരി ഷെയർ നോക്കാൻ ഇതില്ലാത്ത ആൾക്കാർ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഷെയർ മാത്രം എടുത്തിട്ട് അത് മാത്രം വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുക്കാൻ പറ്റും. അതുപോലെ BDLലും നോക്കാം. പിന്നീട് ഈ ഗ്രാവിറ്റ ജുപ്പിറ്റർ വാഗൺ ഇത് വന്നിട്ട് 600 റേഞ്ച് പോയിട്ട് ഇറങ്ങുമ്പോഴാണെങ്കിൽ എടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അന്നേരം നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഈ 4 ഷെയറുകൾ ശ്രദ്ധിക്കുക. ലെവലുകൾ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാൻസ് എടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമുക്ക് എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇതിനകത്ത് നമുക്ക് ഏകദേശം 13-14 ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഷെയറുകളൊന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ഷെയർ ഇതായിരുന്നു അമരരാജ വാട്ടറി. പണ്ട് അമരരാജ വാട്ടറി എന്നാണ് എൻ്റെ പേര്. അത് ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് അല്ല, പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ ഓപ്പണിങ് വന്നിട്ട് 1237 വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. 1235-36 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 1180, അതായത് 45 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും വന്നിട്ട് ഇത് ഹൈ അടിച്ചിട്ട് ഇവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു 1259 എൻട്രി എടുത്താൽ നമുക്ക് 1227, 30 രൂപ, 40-45 രൂപ 2 പ്രാവശ്യമായിട്ട് 10-40 രൂപ, ഇവിടെ ഒരു 40 രൂപ, ഇവിടെ ഒരു 40 രൂപ നോക്കി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ചാൻസ് കിട്ടും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അന്നേരം നോക്കുമ്പോൾ അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ, ഇത് അടുത്ത ലെവലിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഈ ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങും. നമ്മൾ ഇവിടെ വെച്ച് എൻട്രി എടുക്കണം. മനസ്സിലായോ?
ഇവിടെ 1-2 രൂപ, ഇത് വലിയ ഷെയറാണ്, ഇവിടെ 1-2 രൂപ ഒന്നും വലിയ പ്രോബ്ലം ഇല്ല. നമുക്ക് 2 രൂപ 3-4 രൂപയൊക്കെ ഡൗണിലാണെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല, ഇവിടെ തിരിച്ച് താഴെ ഇവിടെ വന്ന് ഇവിടോട്ട് പോകുന്നില്ല, ഇവിടെ വീണ്ടും തിരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ച് എൻട്രി എടുക്കും. ഇത് പക്ഷേ നേരെ മുകളിൽ പോയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം മുകളിലത്തെ ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ അമരരാജ ബാറ്ററി 4-5 കാണിച്ചാൽ മതി. അത് JCHC ജോൺസൺ ഹിറ്റാച്ചി എന്ന് പറയുന്ന ഷെയർ. അതെല്ലാ ലെവലും പോയിട്ട് ISGC എന്ന് പറയുന്ന ഷെയർ. ISGC ഓപ്പണിങ്ങിൽ 6-1 മുകളിൽ ഓപ്പണാകുന്നത് ഇറങ്ങിപ്പോകുന്നു. നമ്മളിവിടെ എൻട്രി എടുക്കാം. 1226 എൻട്രി എടുത്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 1182, 1176, ഏകദേശം 35-45 രൂപ പ്രോഫിറ്റ് വീണ്ടും തരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഈ 6-1 മുകളിൽ പോകുന്നിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വീണ്ടും എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് 2:45 ഇത് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നാലും എൻട്രി എടുക്കരുത്. പ്രോഫിറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് തരുന്നുണ്ട് 1226 1201-2 വരെ വരുന്നുണ്ട്. അതിനുശേഷം വെൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്, ഫ്ലാറ്റ് ഓപ്പണിങ്. അതിനുശേഷം ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ 6-1 അടുത്തടുത്ത, അതിന് മുകളിൽ പോയി ട്രേഡായി, ഹെവി ആയിട്ട് ജമ്പ് ചെയ്ത് ട്രേഡായി. അതിനുശേഷം ഇറങ്ങി. നമുക്ക് ഇവിടെ വേണേലും എൻട്രി എടുക്കാം, ഇവിടെ വേണേലും എൻട്രി എടുക്കാം. 439 എൻട്രി എടുത്താൽ നമുക്ക് 439 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം BDL എന്ന് പറയുന്ന ഷെയർ. BDL നമ്മൾ പറഞ്ഞ തലേദിവസം ആവറേജിന് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. BDL ഇവിടെ 1566 ആവറേജ്. അതാ പ്രീവിയസ് ഡേ ഹൈ പോകുന്നില്ല. നമുക്ക് BDL 1566 കഴിഞ്ഞിട്ട് ഇറങ്ങിയെന്ന് നോക്കാം. അത് ഹൈ അടിച്ചേക്കുന്ന 1594 വരെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ടെടുക്കാം. നമ്മൾ 1564 റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക. ഇവിടെ നിന്ന് എടുത്താൽ 1550 ഉണ്ട്. പിന്നെ 1564 ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട്. വീണ്ടും അറേഞ്ച് വരുന്നത്. വീണ്ടും കണ്ടിന്യൂസ് ഇറക്കമാണ് ചെയ്യുന്നത് 6 ലെവലിൽ നിന്ന്. 64,000 ലാസ്റ്റിൽ ഇടയ്ക്ക് 1530 വരെ വരുന്നുണ്ട്. 30-35 രൂപ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സരിഗമ വോളിയം ഇല്ലാത്ത കൂടുതൽ ട്രേഡിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്പണിങ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കാം. 491-55 എൻട്രി എടുത്താൽ നമുക്ക് 498-99 ഈ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ്. പക്ഷേങ്കിൽ അത് അടിക്കുന്നില്ല. പക്ഷേ ഹെവി മൂവ്മെൻറ്റ് മുകളിലോട്ട് തരുന്നുണ്ട് നമുക്ക്. പക്ഷേങ്കിൽ ഇവിടെ ഒരു 86 വരുന്നുണ്ട്. 86 നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം. വീണ്ടും അതിൽ പോയി ഈ ലെവലിന് മുകളിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങും. നമ്മളിവിടെ വീണ്ടും എൻട്രി എടുക്കാൻ പറ്റും. എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും ഒരു 86 രണ്ടാം പ്രാവശ്യം തരുന്നുണ്ട്. പിന്നെയും കയറി പോയിട്ട് വീണ്ടും, പക്ഷേ ഒരു പ്രാവശ്യം പോലും ഹൈ അടിക്കുന്നില്ല. ഈവനിങ് വരെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് നല്ലൊരു പ്രോഫിറ്റ് 79 വരെ. പക്ഷേ ഇത്രയും വരെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമ വേണം. പക്ഷേ നമ്മൾ നോർമൽ ആരും അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ PNC ഇൻഫ്ര ഉണ്ടോ നോക്കട്ടെ. PNC ഇൻഫ്ര ഓപ്പണിങ്ങിൽ തന്നെ എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി 573 മുകളിൽ പോയി. നമ്മൾ 572-70 റേഞ്ചിലൊക്കെ എടുത്തത്. ഇപ്പോൾ 70 എടുത്താൽ തന്നെ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് 540 വരുന്നുണ്ട്. 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതുപോലെ ആസ്ട്ര എന്ന് പറയുന്ന ഷെയർ ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുന്നു. അതിവിടെ 2164 നമുക്ക് 2140 24 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ വീണ്ടും തിരിച്ച് കയറി പോകുന്നുണ്ട്. കയറി പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, എവിടെ പോയിട്ട് തിരിയുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും പോയി ഹൈ അടിച്ചു, അടുത്ത ലെവലിൽ അടുത്ത ലെവല് കട്ട് ചെയ്തു,
താഴോട്ട് വന്നില്ല, അടുത്ത ലെവലിന് അടുത്ത് വരെ പോയിട്ട് തിരിച്ചിറങ്ങി. പക്ഷേ നമുക്കിവിടെ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ 2168 എൻട്രി എടുത്താൽ വീണ്ടും നമുക്കൊരു 2170 റേഞ്ചിൽ നിന്ന് ഒരു 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും തിരിച്ചിത് പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അന്നേരം എന്ത് ചെയ്യുക, അടുത്ത ലെവലിൽ പോകുന്നത് നോക്കുക, ഇല്ല, തിരിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നെ അത് തിരിച്ച് ഏകദേശം ആ റേഞ്ച് വരെ വരുന്നുണ്ട്. പക്ഷേ പിന്നീട് നല്ലൊരു ഇറങ്ങി ഇവിടുന്ന് 2195 എന്നത് 2161 വരെ വന്നിട്ടുണ്ട്. 30 രൂപ വീണ്ടും പ്രോഫിറ്റ് കാണിക്കുന്നു. അങ്ങനെ വേറെ കുറേ ഷെയറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും അതൊക്കെ ഷെയർ ഉള്ളതെന്ന്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് വേണം പുതിയ ആൾക്കാർ ട്രേഡ് എടുക്കാൻ. ഫുൾ ഷോർട്ട് സെല്ലിംഗ് ആണ്. ലെവലുകൾ വന്ന് ഇറങ്ങുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുക. അപ്പോൾ ഓക്കെ, നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റട്ടെ, പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.